പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ സ്നേഹ ബഹുമാനമുള്ള വികാരി ജോണച്ച തോമസ് അച്ച, ഇന്ന് ഈ തിരുനാൾ ദിവസം തന്നെ ജന്മദിനം ആഘോഷിക്കുന്ന ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി, ബന്ധുക്കളെ, സഹോദരങ്ങളെ, പ്രിയമുള്ളവരെ, വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഈ ഓഗസ്റ്റ് 15. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ദിവസമാണ്. മറ്റൊന്ന്, നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം കൂടിയാണ്. മൂന്നാമതായിട്ട് നമ്മളുടെ ഏറ്റവും പ്രിയങ്കരനായ ജോർജ് ജോസഫ്, നമ്മൾ പൊന്നനെന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട ജോർജ് ജോസഫ് സാറിൻ്റെ ജന്മദിനം കൂടിയാണ്. അത് ഏറെ ആഹ്ലാദകരമായ ഒരു കാര്യമായിട്ട് നമ്മൾ ഇന്ന് പരിഗണിക്കുകയാണ്. രാവിലത്തെ മറ്റ് 2 കുർബാനകളിൽ ഈ തിരുനാളിൻ്റെ ദിവസം കുർബാനയായിട്ട് അർപ്പിച്ചു. ഇന്നിപ്പോൾ ഈ ഒരു ബലി ജോർജ് ജോസഫിൻ്റെ ജന്മദിനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് ദൈവം അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തുടനീളം ദൈവത്തിൻ്റെ, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായം ധാരാളം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാന്യ വ്യക്തിയാണ് ജോർജ് ജോസഫ് സാർ. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിലുടനീളം അദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ സ്നേഹ സംരംഭങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംബന്ധമായ പ്രവർത്തനങ്ങളിലുമെല്ലാം പരിശുദ്ധ അമ്മയുടെ പ്രത്യേക കരുതലും സ്നേഹവുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് നമ്മുടെ ജോർജ് ജോസഫ് സാർ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പല വർഷങ്ങളിൽ ഈ ഇടവകയിലെ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ സെപ്റ്റംബർ മാസം ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് അദ്ദേഹം ഇങ്ങനെ തിരുനാളുകൾ ആഘോഷിക്കാറുള്ളത്. ഈ ദിവസം പ്രത്യേകിച്ച് ഈ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാൾ ദിവസമായി ഇന്ന് പ്രത്യേകമായ രീതിയിൽ ദൈവം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി അദ്ദേഹത്തെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സംരംഭങ്ങളും ഏറ്റവും മനോഹരമായ രീതിയിൽ വിജയത്തിലെത്താനായിട്ട് പരിശുദ്ധ അമ്മയുടെ സഹായം നിരന്തരം അദ്ദേഹത്തിൻ്റെ ഉണ്ടാകട്ടെ എന്ന് ഈ ബലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യനാകേണ്ടതിന് നമ്മുടെ പാപങ്ങളോ ഏറ്റുപറഞ്ഞ് ായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആനന്ദത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും സുദിനമാണ് ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത്. നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ മനോഹരമായ ഒരു സത്യമാണ്, നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം ആത്മശരീരങ്ങളോടെ ഇഹലോകവാസത്തിന് ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന വിശ്വാസ രഹസ്യം. ഈ സത്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ സഭാപിതാക്കന്മാർ നമ്മളെ അനുസ്മരിപ്പിക്കുക, പരിശുദ്ധ അമ്മയുടെ ജീവിതം ആരംഭത്തിലും അവസാനത്തിലും ദൈവത്താൽ പ്രത്യേകമായി പരിഗണിക്കപ്പെട്ട ജീവിതമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ ആരംഭം നമുക്കറിയാം, അമലോത്ഭവയായിട്ടാണ് അമ്മ ഈ ലോകത്തിൽ ജനിച്ചത്. അമലോത്ഭവ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ആദാമിൻ്റെ പാപം മൂലം, ആദ്യ മാതാപിതാക്കന്മാരുടെ പാപം മൂലം ഈ ഭൂമിയിൽ മനുഷ്യകുലത്തിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യരും പാപത്തിൻ്റെ കറയോടുകൂടിയാണ് ജന്മമെടുക്കുക. ആദി പാപം അഥവാ ഉത്ഭവ പാപം എന്ന് നമ്മൾ പറയുന്ന ആ പാപത്തിൻ്റെ സ്വാധീനത്തിലാണ് എല്ലാ മനുഷ്യരും ജന്മമെടുക്കുന്നത്. എന്നാൽ പരിശുദ്ധ അമ്മയുടെ ജീവിതം ഈ ലോകത്തിൽ ആരംഭിക്കുമ്പോൾ അമ്മ ഈ ഭൂമിയിൽ ജനിക്കുന്നത് ഈ പാപക്കറ ഏശാത്തവളായിട്ടാണ്. അത്
പരിശുദ്ധ അമ്മയുടെയോ അല്ലെങ്കിൽ അവളുടെ മാതാപിതാക്കളുടെയോ ഒന്നും ആരുടെയും പ്രത്യേകമായ എന്തെങ്കിലും കഴിവ് കൊണ്ടോ ശക്തി കൊണ്ടോ ഒന്നുമല്ല. പ്രത്യുത ദൈവത്തിൻ്റെ മുൻ നിശ്ചയപ്രകാരം തൻ്റെ പുത്രൻ്റെ അമ്മയാകുവാനായിട്ട് ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത പരിശുദ്ധ മറിയത്തെ ഈ പ്രപഞ്ച നിയമത്തിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് അല്ലെങ്കിൽ പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പരിപാലനയാൽ ആദിയിലെ ഒഴിവാക്കപ്പെട്ടവളാണ്. അതാണ് അമ്മയുടെ അമലോത്ഭവം. അങ്ങനെ അമലോത്ഭവയായിട്ട് ഈ ഭൂമിയിൽ ജനിച്ച പരിശുദ്ധ മറിയം ജീവിതകാലം മുഴുവൻ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുസൃതമായിട്ട് ജീവിച്ചു. ദൈവത്തിൻ്റെ വരപ്രസാദം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിച്ചു. ദൈവം തൻ്റെ പദ്ധതി കാലത്തിൻ്റെ തികവിൽ മറിയത്തിലൂടെ പൂർത്തീകൃതമാക്കി തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി അയക്കുവാൻ തിരുമനസ്സായി. അതിനായിട്ട് വിളിക്കപ്പെട്ട മറിയം ആ വിളി തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നും തൻ്റെ ജീവിതം നിർമ്മലമായി പരിശുദ്ധമായി കാത്തു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ അമ്മയായി തീർന്ന ആ മറിയം പിന്നീട് അങ്ങോട്ട് ദൈവപുത്രനോടൊപ്പം യാത്ര ചെയ്തു. ആ മകൻ്റെ ജീവിതകാലം മുഴുവൻ അവസാനം കാൽവരിയിലെ കുരിശിൽ അവൻ സ്വയം യാഗമാകുമ്പോൾ ആ ബലിയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് ആ കുരിശുമരത്തിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ആ ബലിയിൽ പങ്കാളിയായി തീർന്നു പരിശുദ്ധ മറിയം. അതിനുശേഷം അവരുടെ ജീവിതം പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ ജീവിതത്തിൻ്റെ അവസാനത്തിലും എല്ലാ മനുഷ്യർക്കുമുള്ള സ്വാഭാവികമായ അഴിഞ്ഞുപോകൽ പ്രക്രിയ നമുക്കറിയാം. മനുഷ്യൻ്റെ ശരീരം മനുഷ്യൻ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്. ആ മനുഷ്യൻ മണ്ണായി മണ്ണിലേക്ക് മടങ്ങിപ്പോകുന്നതിൻ്റെ കാരണം പാപത്തിൻ്റെ സ്വാധീനമാണ്. എന്നാൽ മറിയത്തെ പ്രത്യേകമായി ദൈവം ഈ പാപസ്വാധീനത്തിൽ നിന്ന് വിമോചിപ്പിച്ച് ആ പാപത്തിൽ നിന്നുള്ള വിമോചനം ജീവിതകാലം മുഴുവൻ മറിയൻ കാത്തു സൂക്ഷിക്കുകയും ചെയ്തതിനാൽ ജീവിതത്തിൻ്റെ അന്ത്യത്തിലും ആ അഴിഞ്ഞുപോകൽ പ്രക്രിയയിൽ നിന്ന് മണ്ണോട് മണ്ണായി തീരുന്ന അവസ്ഥയിൽ നിന്ന് മറിയത്തിൻ്റെ ആത്മശരീരങ്ങളെ സ്വർഗത്തിലേക്ക് ദൈവം എടുത്തു, സംവഹിക്കപ്പെട്ടു. അതാണ് സ്വർഗാരോപണം എന്ന് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഈ തിരുനാൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ആനന്ദത്തിൻ്റെ ഒപ്പം അഭിമാനത്തിൻ്റെയും പ്രത്യാശയുടെയും തിരുനാളാണ്. കാരണം പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന മാതൃക തൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് വിശുദ്ധ അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നത് പോലെ അത് ജീവിതകാലം മുഴുവൻ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ആലയമായ ആ ശരീരത്തെ പരിശുദ്ധമായി കാത്തു സൂക്ഷിച്ച പരിശുദ്ധ അമ്മ സ്വർഗത്തിന് അർഹയായി തീർന്നു. നമുക്കും ആ അമ്മയുടെ മാതൃകയിൽ ജീവിക്കുവാൻ നമ്മുടെ ശരീരം മണ്ണോട് മണ്ണായാലും അന്തിമ വിധിനാളിൽ ആത്മശരീരങ്ങൾ മഹത്വത്തോടെ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. അതിന് യോഗ്യമാവണ്ണം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ ഈ സ്വർഗാരോപണ തിരുനാൾ നമുക്ക് പ്രചോദനമായി തീരട്ടെ, മാതൃകയായി തീരട്ടെ. ഒപ്പം ഇന്ന് ഭാരത മക്കളായ നമുക്ക്, ഭാരതീയരായ ഓരോരുത്തർക്കും അഭിമാനത്തിൻ്റെ സുദിനമാണ്. നമ്മുടെ ഭാരത മാതാവ് സ്വാതന്ത്ര്യത്തിൻ്റെ 75 സംവത്സരങ്ങൾ പൂർത്തിയാക്കുകയാണ്. വൈദേശിക ആധിപത്യത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അത് സഹന സമരത്തിലൂടെ ലോകത്തിന് മുഴുവൻ മാതൃകയായിക്കൊണ്ട് സ്വാതന്ത്ര്യം നേടിയെടുത്ത ഭാരതാംബികയുടെ 75-ാം വാർഷികം, ഭാരത സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം നാം ഇന്ന് ആചരിക്കുകയാണ്. പക്ഷെ നമുക്കറിയാം ഈ കടന്നു പോകുന്ന 75 വർഷങ്ങൾ നിശ്ചയമായിട്ടും അഭിമാനാർഹമായ വളർച്ച നമ്മുടെ രാജ്യത്തിന് എല്ലാ മേഖലകളിലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ആധുനിക കാലഘട്ടം നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യവും സ്വതന്ത്രമായ നിലനിൽപ്പും, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് വെറുമൊരു ആശയമല്ല. ഈ ഭാരതത്തിലെ ഓരോ പൗരനും ഓരോ വ്യക്തിക്കും അനുഭവവേദ്യമാകേണ്ട യാഥാർത്ഥ്യമാണ് ഈ സ്വാതന്ത്ര്യം. നമ്മുടെ ഭരണഘടന ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളുടെ ഭരണഘടനയെക്കാളും ഉത്കൃഷ്ടമായ ഭരണഘടന. 2 വർഷത്തിലധികം സമയമെടുത്ത് വളരെയേറെ പഠിച്ച് ആലോചിച്ച് ഭരണഘടനാ ശില്പികൾ
രൂപപ്പെടുത്തിയ ഭരണഘടന എല്ലാ മനുഷ്യർക്കും, ഈ ഭാരതത്തിൻ്റെ മക്കളായ എല്ലാ മനുഷ്യർക്കും തുല്യമായ അവകാശവും സംരക്ഷണവും സ്വാതന്ത്ര്യവും വാഗ്ദാനം ചെയ്യുന്ന ആ ഒരു ഭരണഘടനയോടുകൂടിയ രാജ്യം. ഓരോ പൗരനും ഈ സ്വാതന്ത്ര്യം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ സാധിക്കുമ്പോഴാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് അർത്ഥമുണ്ടാവുക. പക്ഷേ ഇന്ന് നമുക്കറിയാം, പല മേഖലകളിലും ഈ സ്വാതന്ത്ര്യം മനുഷ്യന്, പ്രത്യേകിച്ച് ഭാരതത്തിലെ പൗരന്മാർക്ക് പൂർണ്ണമായിട്ട് അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നാം ആത്മപരിശോധന ചെയ്യേണ്ടതുണ്ട്. പല വിധത്തിലുള്ള പാരതന്ത്ര്യത്തിൽ നാം ജീവിക്കേണ്ട സാഹചര്യങ്ങൾ, ഭയത്തോടുകൂടെ ജീവിക്കേണ്ട സാഹചര്യങ്ങൾ. അമ്മയുടെ സ്വർഗാരോപണം ഒരർത്ഥത്തിൽ ഭൗമികമായ എല്ലാ ബന്ധനങ്ങളിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യമാണ് സ്വർഗാരോപണം എന്ന് പറയുക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ആത്യന്തികമായി സ്വർഗത്തിലേക്ക്, ആ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയരേണ്ടതാണ്. അപ്പം അതുപോലെ അമ്മയുടെ ആ സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ നമ്മുടെ ഭാരതനാട് സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്നുള്ളത് ആകസ്മികമായ ഒരു സംഭവമല്ല. അത് ദൈവീക പരിപാലനയുടെ ഒരു പദ്ധതിയായിട്ട് വേണം നമുക്ക് കാണുവാൻ. അതുകൊണ്ട് നമ്മുടെ ഭാരതവും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യവും കാത്തു സൂക്ഷിക്കപ്പെടുവാൻ, നിലനിൽക്കുവാൻ, അഭംഗുരം തുടരുവാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രതിജ്ഞാബദ്ധരായിട്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രവർത്തിക്കാം. മുന്നോട്ടുള്ള നമ്മുടെ എല്ലാ ദിനങ്ങളിലും പ്രവർത്തിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമുക്കറിയാം, വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടെ നമ്മൾ ഈ ദേവാലയത്തിൽ ബലിയർപ്പിക്കുവാനായിട്ട് ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുക. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സർ ഡോക്ടർ ജോർജ് പി ജോസഫ് പൊന്നഞ്ചേട്ടൻ്റെ ജന്മദിനം. ഞാൻ പറയും, ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയിൽ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണവും നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യവും ആകസ്മികമല്ല, ദൈവപരിപാലനയിൽ ഒരുമിച്ച് വന്നു എന്ന് പറയുന്നത് പോലെ തന്നെ പൊന്നഞ്ചേട്ടൻ്റെ ജന്മദിനവും ഈ അനുഗ്രഹീത ദിനത്തിലായി എന്നുള്ളതും ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാലനയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കണം. പൊന്നഞ്ചേട്ടനെ കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ചും ഈ നാട്ടിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും എന്നേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹത്തെ അറിയുന്ന വ്യക്തികളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി, താൻ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി പൂർണ്ണമായിട്ടും സമർപ്പിതമായ ഒരു ജീവിതം എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. തന്നാലാവുന്ന വിധത്തിലെല്ലാം ഈ സമൂഹത്തെ കെട്ടിപ്പടുക്കുവാനായിട്ട്, ഈ സഭയെ കെട്ടിപ്പടുക്കുവാനായിട്ട്, ഈ സമുദായത്തെ കെട്ടിപ്പടുക്കുവാനായിട്ട്, പൊതുസമൂഹത്തെ പുഷ്ടിപ്പെടുത്തുവാനായിട്ട്, കെട്ടിപ്പടുക്കുവാനായിട്ട് തൻ്റെ കഴിവും തൻ്റെ അറിവും തൻ്റെ സമ്പത്തും തൻ്റെ സമയവും എല്ലാം വ്യയം ചെയ്യുവാൻ മടികൂടാതെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി. ദൈവം അദ്ദേഹത്തിന് നൽകിയ ആയുസ്സിനെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തിന് നന്ദി പറയാം. നാം ഈ ബലി അർപ്പിക്കുവാനായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഈ ബലി നമ്മൾ പൊന്നഞ്ചേട്ടന് വേണ്ടി അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും, അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും സഫലമാകുവാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ എല്ലാ പരിശ്രമങ്ങളും പരിസമാപ്തിയിൽ പൂർണ്ണമായിട്ട് എത്തിച്ചേരുവാൻ, വിജയത്തിലെത്തിച്ചേരുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ദീർഘായുസ്സിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എല്ലാം നമുക്ക് ഈ ബലിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ മേൽ വർഷിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജന്മദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും, എല്ലാ പ്രാർത്ഥനകളും, എല്ലാ അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഇടവക്കാരെയും ഈ പ്രദേശക്കാരെയും കാനാൻ ദേശത്ത് നയിക്കാനായിട്ട് ഈ യുഗത്തിൽ പേര് നൽകി നിയമിച്ചിരിക്കുന്നത് സർ ഡോക്ടർ ജോർജ് പി ജോസഫ് PhD. ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നഞ്ചേട്ടൻ ഇന്ന് 73ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഈ നാടിൻ്റെ പ്രിയപ്പെട്ട പൊന്നഞ്ചേട്ടനാണ്. അതുകൊണ്ട് തന്നെ മനോഹരമായൊരു ലേഖനം പൊന്നഞ്ചേട്ടനെക്കുറിച്ച് വായിക്കുവാൻ സാധിച്ചു. സ്നേഹദീപം തെളിയുന്ന വിളക്കുമരം. ഈ സ്നേഹദീപം തെളിയുന്ന വിളക്കുമരമാകുന്ന പൊന്നഞ്ചേട്ടനെക്കുറിച്ച് സുസഭാഗ്യ പിതാവ് 2-3 വർഷങ്ങൾക്ക് മുമ്പ് കണ്ണമാലി തിരുനാളിൽ പറഞ്ഞൊരു കാര്യം ഇതാണ്: കത്തോലിക്ക സഭ പൊന്നഞ്ചേട്ടനോട് കടപ്പെട്ടിരിക്കുന്നു. അതിനേക്കാൾ ഉപരിയായി കത്തോലിക്ക സഭയെ അതിനേക്കാൾ ഉപരിയായി ഈ ചെല്ലാനം ഇടവാങ്ങളും ഞങ്ങളുമൊക്കെ പൊന്നഞ്ചേട്ടനോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം ഇത്ര ബൃഹത്തായ ഒരു ദേശത്തിൻ്റെ
സ്നേഹനായകനായി സ്നേഹദായകമായി എല്ലാവർക്കും എല്ലാമായി കാരുണ്യവും സ്നേഹമൊക്കെ നൽകിക്കൊണ്ട് നമ്മളെ പരിപാലിക്കുന്ന പൊന്നുചേട്ടൻ നമ്മുടെ ഇടവക ദേവാലയത്തിൻ്റെ രക്ഷാധികാരി നിർമ്മാണത്തിന് രക്ഷാധികാരിയായി നിയോഗിക്കപ്പെട്ടിരിക്കുമ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ നിയോഗം പോലെ ഇത് ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ് എന്നാണ് പൊന്നുചേട്ടൻ എപ്പോഴും പറയുന്നത്. ആ ദൈവ നിയോഗം ഏറ്റെടുത്ത ദൈവമനുഷ്യൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഒരുപക്ഷേ പൊന്നുചേട്ടനെ പല രംഗങ്ങളിലും കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാവുന്ന സാങ്കേതികമായ കാരണങ്ങളാൽ നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് പൊന്നുചേട്ടനെ വീണ്ടും കാണുന്നത്. ഈ 2-3 കൂടിക്കാഴ്ചയിൽ പൊന്നുചേട്ടനെ കണ്ടപ്പോൾ എനിക്ക് പറയുവാൻ തോന്നിയ ഒറ്റ വാചകം ഇതാണ്. യാക്കോബ് യേശാവുമായി കണ്ടുമുട്ടുമ്പോൾ പറയുന്നൊരു വാചകമുണ്ട്, നിനക്കിപ്പോൾ ദൈവത്തിൻ്റെ മുഖമാണ്. പ്രിയം പൊന്നുചേട്ടാ, ഈ കുറഞ്ഞ 4-5 മാസം കൊണ്ട് അങ്ങുമായി ഒരു ബന്ധം സ്ഥാപിക്കുകയും ഇടപെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത് ഈ കഴിഞ്ഞ ദിവസം 12-ാം തീയതി വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ അങ്ങ് എനിക്ക് സ്നേഹപൂർവ്വം കുഞ്ഞ് അഞ്ചിനെ പോലെ ഒരു ചോക്ലേറ്റ് തന്ന് ഒരു ജ്യൂസും തന്ന് സ്വീകരിച്ചപ്പോൾ അങ്ങേക്ക് ദൈവത്തിൻ്റെ മുഖമാണ് എന്നാണ് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പൊന്നുചേട്ടൻ പലപ്പോഴും എന്നെ ഓരോരുത്തർ വിളിക്കാറുണ്ട്, പൊന്നുചേട്ടനെ കാണണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, പൊന്നുചേട്ടൻ എൻ്റെ സ്വത്തല്ലല്ലോ, അല്ലെങ്കിൽ ആർക്കും എപ്പോഴെങ്കിലും കാണാമല്ലോ എന്ന് പറയുമ്പോൾ പൊന്നുചേട്ടൻ തന്നെ മറുപടി പറഞ്ഞത് ഇതാണ്, ഞാൻ കത്തോലിക്ക സഭയുടെ പുത്രനാണ്, കത്തോലിക്ക സഭയുടെ സ്വത്താണ്, അതുപോലെ തന്നെ മുതൽക്കൂട്ടാണ്. വൈദികരുടെയോ മെത്രാൻ്റെയോ പോപ്പിൻ്റെയോ ഒന്നും സ്വത്തല്ല, കത്തോലിക്ക സഭയുടെ മുതൽക്കൂട്ടാണ്, കത്തോലിക്ക സഭയുടെ മകനാണ് എന്നാണ്. ആ കത്തോലിക്ക സഭയെ നയിക്കുന്ന ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്നെ നയിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് ഞാൻ ദൈവേഷ്ടം നിറവേറ്റാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. ഈ ദിവസം ഇത്രമാത്രം വിശ്വാസബോധ്യത്തോടുകൂടി ദൈവേഷ്ടം നിറവേറ്റുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന പൊന്നുചേട്ടനെക്കുറിച്ച് സ്നേഹദീപം തെളിയുന്ന വിളക്കുമരം എന്നൊക്കെ ആ ലേഖനമൊക്കെ വായിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. സുസദ്ഭാഗ്യം പിതാവ് പറഞ്ഞതുപോലെ കത്തോലിക്ക സഭ പൊന്നുചേട്ടനോടും കുടുംബത്തോടും കടപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ ഒരുപാട് ഓർത്തുകൊണ്ട് തന്നെ ഈ ചില്ലാനം ഇടവകങ്ങൾ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. അങ്ങ് ഞങ്ങൾക്കൊരു മോശ തന്നെയാണ്, ദൈവം നിയോഗിച്ച മോശ രക്ഷാധികാരി എന്നാണ് നമ്മളുടെ ഉടമ്പടിയിൽ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ രക്ഷാധികാരിയെ പൊന്നുചേട്ടനെക്കുറിച്ച് വ്യക്തിപരമായിട്ട് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. 93 മുതൽ പൊന്നുചേട്ടനെ കണ്ടിട്ടുണ്ട്, പൊന്നുചേട്ടൻ്റെ പരിപാടികൾക്ക് വന്ന് പങ്കെടുത്തിട്ടുണ്ട്. 3-4 മാസം കൊണ്ട് ഞാൻ നിരന്തരം വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ പൊന്നുചേട്ടൻ ചില നിർബന്ധ ബുദ്ധികളുമുണ്ട്. കാരണം എന്നെ വിളിച്ചത് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും, ഞാനും കേട്ടിരിക്കും. എന്നാൽ ഈ 4 മാസം കേട്ട കാര്യങ്ങളെന്ന് പറയുന്നത് 14 വർഷം സെമിനാരിൽ പഠിച്ചതിനേക്കാൾ ഉപരിയാണ്. അതിനേക്കാൾ ഉപരിയായി പൊന്നുചേട്ടൻ്റെ മുൻകാലങ്ങൾ എൻ്റെ ബന്ധം നഷ്ടപ്പെട്ടതൊരു തീരാ നഷ്ടമാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, 93-ൽ പട്ടം കിട്ടിയപ്പോൾ മുതൽ പൊന്നുചേട്ടനെ പരിചയപ്പെടുകയും ഈ ഉപദേശങ്ങളും കുഞ്ഞനുജനെ പോലെയുള്ള ഉപദേശങ്ങളും സ്നേഹമൊക്കെ തന്ന് പൊന്നുചേട്ടൻ്റെ പരിഗണനയിലായിരുന്നെങ്കിൽ ഞാനിന്ന് ഒരു വിശുദ്ധനായ വൈദികനായി എത്തിച്ചേർന്നതിനുമായിരുന്നു. എന്നാൽ ഇനിയുള്ള കാലങ്ങളിൽ സമയം നഷ്ടപ്പെട്ടിട്ടില്ല, കാലം നഷ്ടപ്പെട്ടിട്ടില്ല. പൊന്നുചേട്ടനുമായിട്ടുള്ള സഹകരണത്തിൽ വിശുദ്ധിയിലേക്ക് വളരുന്ന ഒരു വൈദികനായി തന്നെ തീരാൻ സാധിക്കും എന്നൊരു ബോധ്യമുണ്ട്. ഏതായാലും കാലത്തിൻ്റെ പൂർണ്ണതയിൽ എനിക്ക് വ്യക്തിപരമായി ഒരു ജ്യേഷ്ഠ സഹോദരനെയാണ് തന്നത്. കഴിഞ്ഞ ദിവസം ഐ വാസ് സോ ഫീലിംഗ്സ് ഹാപ്പി വെൻ യു ഗിവ് മീ ദ ചോക്ലേറ്റ്സ്. അത് അവിചാരിതമായി നമ്മൾ കാണാമെന്ന് പറഞ്ഞ സ്ഥലത്ത് കാണാൻ സെർച്ച് ചെയ്തപ്പോൾ കാറിൽ കൃത്യമായി കണ്ടു. ആദ്യം കണ്ടപ്പോൾ ഗൾഫിൽ നിന്നും വരുന്ന ചേട്ടന്മാർ കുഞ്ഞനുജന്മാർക്ക് കൊടുക്കുന്ന ഒരു ചോക്ലേറ്റാണ്. ഞാനിതുവരെയും തിന്നിട്ടില്ല, കാരണം തിന്നാൻ തോന്നുന്നില്ല. അതിന് പിന്നിൽ ഒരുപാട് സ്നേഹമുണ്ട്. അത് എത്രത്തോളം സൂക്ഷിക്കാൻ പറ്റുമോ അത്രത്തോളം ഞാനത് സൂക്ഷിക്കുന്നുണ്ട്. പ്രിയ പൊന്നുചേട്ടാ, ഞങ്ങൾക്ക് വാക്കുകളില്ല, ഞങ്ങൾക്ക് ഹൃദയം മാത്രമേ ഉള്ളൂ. ചെല്ലാനംകാരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന അങ്ങ് എന്നെന്നും ചെല്ലാനം ഇടവകങ്ങളുടെയും ചെല്ലാന പ്രദേശത്തിൻ്റെയും ഹൃദയങ്ങളിൽ അങ്ങ് ജീവിക്കും, എൻ്റെയും മനസ്സിൽ ജീവിക്കും.
ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ കൂടുതൽ കൂടുതൽ ഈ മഹൽ വ്യക്തിയായ പൊന്നഞ്ചേട്ടൻ ആയുരാരോഗ്യത്തോടുകൂടി ആയുസ്സോടുകൂടി ദീർഘായുസ്സോടുകൂടി ജീവിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ഞങ്ങളേവരുടെയും ജന്മദിന ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു ചെറിയൊരു വ്യത്യാസം, ഞങ്ങളുടെ ഗായക സംഘം ഹാപ്പി ബർത്ത്ഡേ പാടും. കഴിവതെല്ലാവരും എഴുന്നേറ്റ്. Happy birthday to you. Happy birthday to you. Happy birthday to you, dear Joseph. Happy birthday to you. May the good God bless you. May the good God bless you. May the good God bless you, dear Joseph. May the good God bless you. Happy long life to you. Happy long life to you. Happy long life to you, dear Joseph. Happy long life to you. ഞങ്ങളെല്ലാവരുടെയും സ്നേഹത്തിൻ്റെ സമ്മാനം എളിയ പൂക്കൾ മാത്രമേ ഉള്ളൂ. അത് സ്വീകരിക്കാൻ മുന്നോട്ട് ക്ഷണിക്കുന്നു. സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേയങ്ങോടുകൂടി. സർവശക്തനായ പിതാവായ ദൈവം നമ്മുടെ മാതൃരാജ്യത്തെ അനുഗ്രഹിക്കുകയും ഇന്ത്യയുടെ മധ്യസ്ഥയായ കന്യകാമാതാവിൻ്റെ മാധ്യസ്ഥം വഴി നമ്മുടെ എല്ലാ ജനങ്ങൾക്കും സമാധാനവും ഐശ്വര്യവും നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ദൈവപുത്രൻ നമ്മുടെ നേതാക്കളെ കനുവാർന്ന് കടാക്ഷിക്കുകയും ദീർഘവീക്ഷണത്തോടും ധൈര്യത്തോടും കൂടെ ഉന്നതാദർശങ്ങൾ പിഞ്ചെല്ലാം പ്രചോദിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് ദൈവകൽപ്പനകളുടെ വഴിയിലൂടെ ചരിക്കാൻ നിങ്ങളെ ശക്തരാക്കുകയും സ്വർഗനിവാസികളുടെ കൂട്ടവകാശികളായി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാവുന്ന സർവീസിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. കർത്താവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി.